വിഷയത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സമസ്തയുടെ വേദിയിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് മയപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നമുക്ക് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു പിടിവാശിയില്ല, ഒരു നിർബന്ധമില്ല. ഇത് പിന്നെ പരിശോധിക്കണേ ഒന്നുകൂടെ പരിശോധിക്കാം. എങ്ങനെ പരിശോധിച്ചാലും ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്ന ദിവസങ്ങൾ കുട്ടികൾ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ വേണോ പരിശോധിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. വിപിൻ, ഇക്കാര്യത്തിൽ സർക്കാർ പുറകോട്ട് പോവുകയാണ്, പുനഃപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിമർശനം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ആ വിമർശനത്തിന് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഇതിൽ നിലപാട് മയപ്പെടുത്തുകയാണ്, അതിൽ പിന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ, അല്ലേ, വിദ്യാഭ്യാസ വകുപ്പ്, അല്ലേ? അതെ വിജയകുമാർ, മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കും എന്നുള്ളതായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു വിമർശനം ഉണ്ടായത്. ഇത് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ വിമർശനം വന്നത്. അതിന്റെ തൊട്ടുപുറകെയാണ് ഇപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനൊക്കെയായി വന്നിട്ടുള്ള മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നിലപാട് പറയുന്നത്. അത് സർക്കാരിന് ഇതിലുമായി ഒരു പിടിവാശിയുമില്ല, പക്ഷേ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്ന പ്രവൃത്തി ദിവസങ്ങൾ ഈ കുട്ടികൾക്ക് ലഭിക്കണം. ഒപ്പം തന്നെ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. പരാതി ലഭിച്ചാൽ മുഖ്യമന്ത്രിയുമായി സംസാരിക്കും. ഒരു വിഭാഗത്തിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നപരിഹാരവുമായി വരട്ടെ. ആരുടെയും മതവിശ്വാസത്തെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഇപ്പോൾ സർക്കാരിനില്ല. തീരുമാനം പുനഃപരിശോധിക്കുന്നത് എല്ലാവരുമായി ചേർന്നുകൊണ്ടായിരിക്കും എന്നുള്ളത്, ആ കർക്കശമായി അത് നടപ്പാക്കും എന്നുള്ള ഒരു നിലപാടിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ കോടതി കർശനമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സമയമാറ്റ ക്രമീകരണം നടപ്പാക്കിയത് എന്നുള്ളതും പറഞ്ഞു വെക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കും എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.